സ്വാഭാവികം. നമ്മൾ അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റമദാനായിട്ട് നമ്മൾ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ വ്ളോഗായിരിക്കും നോമ്പ് തുടങ്ങിയതിന് ശേഷം. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഇതിന്. ഇന്നിപ്പോൾ 22 അല്ലേ കക്കുന്ന്? ഇന്ന് 22 ആയി. അപ്പോൾ നമുക്കിനി സമയം ഉണ്ടാവില്ല. ഇന്ന് നമുക്കിവിടെ ശനിയാഴ്ച. അപ്പോൾ അടുത്ത ശനിയൊന്നും നമുക്ക് ഇവിടെ ഭയങ്കര ബിസിയായി പോകും. അപ്പോൾ പിന്നെ ഒരു പരിപാടി ശരിയാവില്ല. പെരുന്നാളായിട്ടൊരു കുരു. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ഇവിടെ ഒരു മോളിൽ പോവാന്നുള്ളൊരു പ്ലാനിലാണ്. റോയൽ മൗണ്ട് അല്ലേ? നമ്മുടെ കാനഡയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മോളാണെന്നാണ് കാക്കു പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഇതുവരെ നമ്മൾ പോയി നോക്കിയിട്ടൊന്നല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലൊന്ന് പോയി നോക്കാം. നമ്മൾ കോൺവാളാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ. കാരണം ഇവിടെയൊക്കെ 5 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്യും. കോൺവാളിൽ ഒരു 11 മണി വരെയൊക്കെ ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആദ്യം ആ മുകളിലൊന്ന് പോയി നോക്കി ഒക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കും. എല്ലാമെങ്കിൽ നമ്മൾ നേരെ കോൺവാളിലേക്ക് പോകും. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഗൈസ്. കുറേ കാലമായിട്ട് കുറച്ചധികം ഒരുപാട് നായിട്ടില്ല. അവിടെ സ്റ്റിൽ എനിക്ക് ഇങ്ങനെയൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. ആദ്യമായിട്ട് വീഡിയോ എടുക്കണ പോലെ ഇതൊന്ന് കംഫർട്ടബിൾ ആവാണ്ട്. പിന്നെ എങ്ങനെയുണ്ട് നാട്ടിൽ നോമ്പൊക്കെ? ഇവിടുത്തെ നോമ്പിനെ പറ്റി പറയാം. കാരണം എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ചോദിക്കലുണ്ട് എങ്ങനെ ഇവിടെ നോമ്പ്. ഇവിടെ തണുപ്പായതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല നോമ്പ് നോൽക്കാൻ. ടൈമൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷേ നമുക്ക് ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഒരു ദാഹം വിശപ്പ് അങ്ങനത്തതൊന്നുമില്ല നമുക്ക്. പിന്നെ ഞാൻ പണിക്ക് പോകാത്തതുകൊണ്ട് എനിക്ക് തീരെ ക്ഷീണമില്ല. കാക്കു പിന്നെ ജോലിക്ക് പോകുന്നതുകൊണ്ട് കാക്കുവിന് കുറച്ചെങ്കിലുമൊക്കെ ക്ഷീണം ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ നോമ്പ് പോകണം. ഞാൻ എൻ്റെ ലൈഫിൽ അത്രയും ബുദ്ധിമുട്ടില്ലാണ്ടൊരു നോമ്പ് നോറ്റിക്കണത് ഇപ്രാവശ്യമാണ്. കഴിഞ്ഞ വർഷമൊക്കെ വേനലിൽ നാട്ടിലായിരുന്നു. ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ടയർഡായിരുന്നു നോമ്പിന്. നോമ്പ് നമ്മൾ ബുദ്ധിമുട്ടി എടുത്തു എന്ന് പറയാൻ പാടില്ലല്ലോ. പക്ഷെ നല്ല ടയർഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടില്ല. കാക്കുവിന് ബുദ്ധിമുട്ടുണ്ടോ? നോമ്പ് നോക്കണവർക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ. കാക്കു എന്തിനാ അറിയണേ? അയ്യോ. അപ്പൊ അങ്ങനെയാണ് സം ചളീസ്. അത് നമുക്ക് ഒരു രസത്തിനാണ് നമ്മൾ അങ്ങനെ ചളികളൊക്കെ പറയുന്നത്. കേക്കുണ്ടോ ഞാൻ പറയണത്? എനിക്ക് തന്നെ എൻ്റെ വോയിസ് ഒന്നും ഒരു മെച്ചം തോന്നുന്നില്ല. ഇന്നിവിടെ വളരെ ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. തീരെ വെളിച്ചവും വെയിലൊന്നുമില്ല. അവിടെയൊക്കെ എന്തപ്പോൾ തന്നെ സൂര്യാസ്തമനം തുടങ്ങി 1 മണിക്ക് തന്നെ. പിന്നെ ഇവിടുത്തെ വിൻ്ററൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. റോഡിലും നാട്ടിലും കാട്ടിലുള്ള മഞ്ഞൊക്കെ ഉരുകി ഇപ്പോൾ കുറച്ച് അതിൻ്റെ അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി സ്നോവും പരിപാടികളൊക്കെ തീർന്നു. ഇപ്പോൾ 9 ടെമ്പറേച്ചർ ബെയറബിളാണ്. നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ കോൺവാളിൽ തണുപ്പുണ്ടാവും. നോക്കിനാ ചിലപ്പോൾ നമ്മൾ ഈ ഇവിടുന്ന് പുറപ്പെടുന്ന മാതിരിയാവില്ല. തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ മാറും. അപ്പോൾ പിന്നെ നമ്മൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ എടുത്തുക്കണം. സോ നമ്മൾ പോട്ടെ. നമുക്ക് ഇനി 7 മിനിറ്റ് കൂടി ഉണ്ട് മോൾക്ക്. ഞാൻ ബാക്കി വിശേഷം മോളിൽ എത്തിച്ച് പറയാം. ഗൈസ് മാളിലേക്കാണെന്ന് പറഞ്ഞ് ഏതോ കൊള്ളക്കേറെ സങ്കേതത്തിലേക്കാണ് കാക്കുന്നെ കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം വിജനമാണ് ഗൈസ്. വൃത്തിയില്ലാത്ത എന്തോ സ്ഥലം. ഇയാളെന്താ റോട്ട് കിടന്ന് കളിക്കണ്? ഫോട്ടോഗ്രാഫറാണ്. മൈ ഗോഡ്. എന്തിൻ്റെ ഫോട്ടോക്കാരെ മൂപ്പര് എടുക്കുന്നത്? ഈ വണ്ടി ഈ സ്ഥലത്തിൻ്റെയോ? ഗൈസ് ഈ ചാണകം കൂട്ടിയിട്ട പോലെയല്ല, പാറപ്പൊടി പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സാധനം മഞ്ഞാണ് ഗൈസ്. മഞ്ഞല്ല, അത് മഞ്ഞ് മാറി ഐസായിട്ടുണ്ടാവില്ല. അത് ഐസ് മലയിട്ടുണ്ടാവും. ഏതാണ് ഈ പാച്ച് വർക്ക്? ഇത് റോഡ് കാക്കോ? ലോക്കൽ റോഡ് ഇതാണ് കേട്ടോ. മോള് കണ്ടോ? ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെ മോളാട്ടോ. ഈ കാണുന്നതൊക്കെ കണ്ടു. വെരി ബിഗ്. ഇവിടെ കുറെ കുട്ടിച്ചാത്തന്മാര്. സൂപ്പർ. വഴിയാണ് ഈ റോഡിന്റെ ക്രോസ് ചെയ്ത് കാണുന്നത്. പക്ഷെ ഇങ്ങോട്ട്
എത്തിപ്പെടാൻ മെട്രോയിലാണെങ്കിൽ വളരെ സുഖമായിരുന്നു. നല്ല രസമല്ലേ വർക്ക്, ആർട്ട് വർക്ക്, സിൽവർ പോലെ ഉണ്ടല്ലേ കാണാൻ. അവിടുന്ന് കയറരുത്, അതിലിറങ്ങിക്കണോ നോക്കൂ. നമുക്കിവിടെ പാർക്കിംഗ് പെയ്ഡ് ആട്ടോ ഗൈസ്. ദാറ്റ്സ് സോ ബാഡ്. എത്തിപ്പോയി ഗൈസ്. ഏതോ കലാകാരനാണ് തോന്നുന്നു ഇതിന്റെ ശില്പി. മൊത്തം ആർട്ട് വർക്കുകളിലൊക്കെ ചിത്രങ്ങൾ, ടു മച്ച് ചിത്രങ്ങൾ. ഇനിയിപ്പോ അത് എയില കേറും കാക്കോ വണ്ടി. ഗൈസ് ഇതിന് പല 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 എൻട്രൻസുകളാണ്. പല എൻട്രൻസും പല ഷോപ്പുക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന സ്ഥലം ഹോട്ടലാണ്. നല്ല ബാർബിക്യൂട്ടൊക്കെ വേണം. നമ്മൾ അവിടുന്ന് പോന്നു. നമ്മൾ അത്രക്കാരല്ലല്ലോ. നമുക്കപ്പോൾ വേറെ ഏതെങ്കിലും ഒരു എൻട്രൻസ് എടുത്ത് നോക്കാം. ഹായ് 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 ഹായ്. അതിൻ്റെ പിടുത്തം നോക്ക്, നല്ല രസമല്ലേ? മരത്ത് പിടുത്തം. ഓ നല്ല സോങ് ഉണ്ടല്ലോ, നല്ല കാമാണല്ലോ. ഹാ തോക്കാ കൊള്ളാം. ബൗബൗ ഉണ്ട് വലിയ. പാവം പട്ടിക്ക് എസ്കലേറ്റർ കയറാൻ പേടിയാന്ന് തോന്നണു. പട്ടി ജന്മുണ്ടെങ്കിൽ കയറൂല, കണ്ടോ പാവം പട്ടി. സ്റ്റെപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലിഫ്റ്റിലേക്കാറല്ലേ. നമ്മൾ ആദ്യം ചട്ടത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഭയങ്കര കാമല്ലേ. എന്താണ് ഗൈസ്, മാളിൻ്റെ ഉള്ളിൽ മരം. ഒറിജിനൽ അല്ലല്ലോ, ഡൂബിയല്ലേ? അല്ലട്ടോ, പോണ അവിടുന്ന്. അല്ല കാക്കു, അല്ല, പ്ലാസ്റ്റിക്കിന്റെ ഇലകളാണത്. കാക്കു ഇത്ര മണ്ടനായി പോയല്ലോ. മൈക്കിൾ കോഴ്സ് ആണിത്. നമ്മൾ അങ്ങോട്ടൊന്നും കേറില്ല, പാവപ്പെട്ടവർ. സാൻഡ്രോ. മിക്കവാറും ഇത് മാൾ ടൂറായി അവസാനിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു വെറൈറ്റി സാധനം കണ്ടിട്ടുണ്ട് ഗൈസ്, കൊള്ളാം. നമ്മൾ അവസാനം പാവങ്ങളുടെ ഷോപ്പായ H&M എത്തിയിരിക്കുന്നു ഗൈസ്. കപ്പട്ടെ ഇനി. ഹായ്, നല്ല ചേച്ചി. ഗൈസ് ഇവിടെ ഫുള്ള് പിൻട്രസ്റ്റും എസ്തെറ്റിക്കും മാത്രമേ ഉള്ളൂ. ഇത് വൈബ്സ് ഇല്ല ഗൈസ്. എന്താ വലേ? ഹൈ ബെൽറ്റ്. നമ്മൾ ഇവിടുന്ന് ഒരു ഷാള് മാത്രം വാങ്ങി ഗൈസ്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഡ്രസ്സ് വാങ്ങുന്നതിന് മുന്നേ ഷാള് വാങ്ങിയ ഒരാൾ. നമ്മൾ രസമുണ്ട്, വൈബ്സ്. നമ്മൾ കാക്കൂന് കുപ്പായി വാങ്ങാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സാറിന്റെ ഭയങ്കര വലിയ ഔട്ട്ലെറ്റ് ആണല്ലോ. നമ്മൾ സാറയിലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മൾ അതിസാഹസികമായി മാളിൽ നിന്ന് ഒന്നും വാങ്ങാതെ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. അതുകൊണ്ട് ഈ മാള് വന്നൊന്നും മുതൽ ഈ മാളിൽ പോണോ എന്നുള്ള എൻ്റെ ചാക്ക് അങ്ങോട്ട് നിന്നോ. അവിടെ എന്തെന്നറിയോ, ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഫുള്ളൊരു എസ്തെറ്റിക്, ഭയങ്കര കോസ്റ്റ്യൂം, ഗേൾസിനൊക്കെ പറ്റിയതാണ്. എനിക്കൊന്നും അതൊന്നും വർക്കാവില്ല. പിന്നെ ചില ഇതിലൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ, നോട്ട് മൈ ടൈപ്പ്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഒരു തട്ടം വാങ്ങി. അയ്യോ, ആകെല്ലൊരു 4 തട്ടം ഇട്ടിട്ടിട്ട് എനിക്ക് തന്നെ ബോറടിച്ചു. അപ്പം നമ്മൾ H&M ഒരു ഷോൾ വാങ്ങി. കാണിച്ചു തരാം ഗൈസ്, കാണൂ ഈ ക്യൂട്ട് കവറിൽ എൻ്റെ തട്ടമാണ്.
കണ്ടവിടെ. അപ്പോ കാക്കുഞ്ഞ് പെരുന്നാക്കൊന്നും വാങ്ങി തന്നില്ല വേണ്ടെന്ന് പറഞ്ഞു കണ്ട് വീട്ടിൽ പോവാന്നറിയില്ല, ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ കോൺവാൾക്ക് തന്നെ പോവാനുള്ള പദ്ധതി ഇട്ടിരിക്കുന്നു. അവിടെ നമ്മൾ വിന്നേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സാറിന്റെ ഒക്കെ വലിയൊരു ഔട്ട്ലെറ്റ്, പക്ഷേ ഒന്നുമില്ല. ഓലെ എനിക്ക് തോന്നുന്നു അത്രയും വലിയ ഫ്ലോർ എടുത്ത് കുടുങ്ങിയ പോലെ ഇല്ല. ഇവിടെ ഒരു ഹാങ്ങർമ 2 ഡ്രസ്സ്, അവിടെ ഒരു ഹാങ്ങർമ 2 ഡ്രസ്സ്. അതിലാറ് എനിക്ക് തോന്നുന്നു H&M ഉണ്ട് പിന്നെയും കുറച്ചും കൂടി. പക്ഷെ നമ്മളിതിന് മുന്നേ സാറി പോലെ ഇവിടെ ഡൗൺ ടൗണില് അവിടെ ഉണ്ട് കുറെ കളക്ഷൻ. ഇവിടെ ഒന്നുമില്ല, പക്ഷെ വലിയ ഔട്ട്ലെറ്റ്, പിന്നെ നല്ല പൈസ ഉണ്ട്. അവിടെ ഇത്ര വില ഉണ്ടായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മൊത്തത്തില്. പിന്നെ ഒരുവിധം എല്ലാ ബ്രാൻഡും ഉണ്ട് അല്ലേ അതിനുള്ളിൽ. അപ്പോ എല്ലാ ഏകദേശം ലക്ഷറീസ് ആയിട്ടുള്ള അത്യാവശ്യം ഹെവി ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നീ കാക്കു എനിക്ക് ഭാവിയിൽ ഗൂച്ചിന്റെ ബാഗൊക്കെ മേടിച്ചിടാൻ പറഞ്ഞിട്ടില്ലേ. അവിടെ ഞാൻ നിൽക്കുമ്പോണ്ട് ഏതോ ഒരു ചെന്നായി വലിയ 2 കവറൊക്കെ പിടിച്ച് നിൽക്കണു. എന്റെ ഹാർട്ട് പീസായി പോയി. പറഞ്ഞിട്ട് കാര്യമല്ല. എന്താ എനിക്ക് റെസിഡൻസ് ഒന്നും കാണും. അപ്പൊ ആരത് ഓണാക്കി വെച്ചിരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മള് കോൺവാൾ പോട്ടെ, അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. പിന്നെ അവിടെയൊക്കെ ഭയങ്കര അത്യാവശ്യം തിരക്കായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുറെ വീഡിയോ എടുക്കാനൊക്കെ ഒരു മടിയായി. പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ ഒക്കെ ആളുകൾ. അപ്പം ആളുകളെ നമ്മളങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. അപ്പം ആരെങ്കിലുമൊക്കെ എന്തിനാടി എൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ. സോ ഞാനങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇതെന്താ ഇവിടെ ഒരു ബൾബ് കത്തിക്കണത് കാക്കൂ. അപ്പോൾ കുറച്ച് ടയർഡായിട്ടോ. മറ്റേത് വീടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാഹിക്കുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട്. മൈ ഗോഡ്, നമ്മൾ ഈ മഴയത്ത് നമ്മുടെ വണ്ടി കഴുകാൻ വന്നു കേട്ടോ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോന്ന് ഞാൻ ഉറങ്ങി. എത്ര നേരമായി നമ്മൾ പോന്നിട്ട്. നമ്മൾ വേറെ രാജ്യത്തെത്തി ഗൈസ്. നമ്മുടെ വണ്ടി കഴുകിത്താൻ വേറെ ഒരു തെണ്ടികൾ വരില്ല, നമ്മൾ തന്നെ കഴുകണം. സോ പതപ്പിക്കൂ. ഇവിടെ ഉണ്ട് തുമ്മ എന്തൊക്കെയോ എഴുതിക്കണു. $4 for 6 minutes. താങ്ക് യു ഫോർ യുവർ എന്തോ. ഇതെന്താണ് വായിക്കുക? സോപ്പ് റിൻസ് വാക്സ്. ഓക്കെ. ഇവിടെ എന്തൊക്കെയോ എഴുതിച്ചിരിക്കണം കേട്ടോ പോലെ. ആകെയുള്ള സമാധാനം നമ്മളിപ്പോൾ ഒൻറ്റാരിയോയിലാണ്, അതുകൊണ്ട് ഇവിടെ ഫുൾ ഇംഗ്ലീഷാണ് ഗൈസ്. മൈ ഗോഡ്, നമ്മൾ അവിടെ ആണെങ്കിൽ ഫുള്ള് ഫ്രഞ്ച് ആക്കാരം, വായിക്കാനും മനസ്സിലാവില്ല. എൻ്റെ മാപ്പിളെടുത്തു കോയ് പൈസടി കണ്ടോ. ഞാനൊക്കെ ഉറങ്ങി തൂങ്ങി. ഓൾറെഡി ഒരുമാതിരി ക്ലൈമറ്റ്, അതിൻ്റെ ഇടയിൽ കൂടെ ഉറക്കം വരും. കാക്കു പ്ലീസ്, ഇങ്ങനത്തെ എന്തോ അടിച്ചു തീരാനാണ് സുഹൃത്തെ. കാക്കു കോയിൻ ഹിയർ, കോയിൻ റിട്ടേൺ. ബുദ്ധിയൊന്നല്ലേ, വെറുതെ അങ്ങനെ ഇടാ. അങ്ങനെ നമ്മൾ $4 കൊടുത്ത് 6 മിനിറ്റിന്റെ ക്ലീനിങ് ചെയ്യുകയാണ്. എവിടെ ചങ്ങായി, കോമഡിയാണല്ലോ. ഞാൻ കാറിൻ്റെ ഉള്ളിൽ കയറിയാമേ. പുറത്ത് അത്യാവശ്യത്തിൽ കൂടുതൽ തണുപ്പ് കേട്ടോ. പൊതുവെ കോൺവാൾ കുറച്ച് തണുപ്പ് കൂടിയ സ്ഥലം തോന്നുന്നു. ഞാൻ ഫസ്റ്റിൻ്റെ വിൻ്ററിൻ്റെ സമയത്ത് ആദ്യം എനിക്ക് സ്നോ കിട്ടിയതൊക്കെ ഇവിടുന്നാണ്. എന്താ അപ്പോൾ പുറത്ത് ഓൾറെഡി തണുപ്പും പിന്നെ ഈ അടിക്കുന്ന വെള്ളമൊക്കെ കൂടെ തെറിച്ചിട്ട് ഭയങ്കര തണുപ്പ്. ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അപ്പോൾ കാക്ക എന്തൊക്കെയാണ് ചെയ്യുന്നു അവിടെ. മിക്കവാട് കാക്കുവിൻ്റെ മാറ്റൊക്കെ ക്ലീൻ ആക്കട്ടെ. സംഭവം നല്ലോണം ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. $4 ഇട്ടാൽ 6 മിനിറ്റ് കിട്ടും.
ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു. പക്ഷെ നമ്മൾ ആദ്യം വാൾമാർട്ട് പോകും. നമുക്ക് 1-2 സാധനം മേടിക്കാണ്ട്, ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കണം. കാരണം നമ്മളെന്തായാലും നോമ്പ് ഇൻ ബിറ്റ്വീൻ തുറക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പപ്പോയിൻസ് ഫുഡ് കഴിക്കാം. ഇവിടെ നല്ല തണുപ്പുണ്ടല്ലേ. ഓൾറെഡി മഴയും പെയ്തിരിക്കണു. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളൊരു കുഞ്ഞി കേക്ക് വാങ്ങിയിരിക്കുന്നു വാൾമാർട്ടിലെത്തിട്ടോ. ഫ്രൂട്ട്സ് സ്ട്രോബെറി കട്ട് ഫ്രൂട്ട്സ് വേണം. എനിക്കൊരു സ്ട്രോബെറി വേണം. നോക്കട്ടെ. ഇതൊക്കെ പച്ചയെ പഠിച്ചോളൂ. ഇവിടെ ഇതേപോലെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് സാധനം വേണം. ഇനി സാലഡ് ഐറ്റംസ് 2 many. ക്യാബേജ് വേണം, കാരണം അവിടെ ഉള്ള ക്യാബേജ് ഫ്രോസൺ ആയിപ്പോയി. ഗൈസ്, നമ്മൾ സത്യത്തിൽ കാക്കൂന് വാഷ്റൂം യൂസ് ചെയ്യാനും കട്ട് ഫ്രൂട്ട്സ് മേടിക്കാനും വന്ന ഒരു കൊട്ട സാധനങ്ങളായി ഇപ്പോൾ. ഓ മൈ ഗോഡ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ബില്ലാക്കണം. നമ്മൾ വിന്നേഴ്സിലെത്തി ഗൈസ്. ഹായ് പൂക്കൾ. രസമല്ലേ കാണാൻ? ഹായ് ഗൈസ്, ഒരു കാര്യം കാണിച്ചിട്ടേ. ഇതേമായിരത്തൊന്നും എൻ്റെ അടുത്തുണ്ട്. ഇതൊന്നും ഒഴിവാക്കി കൂടെ. അത് വിന്നേഴ്സിന് അടുത്ത് തന്നെയാണ്, പക്ഷെ ഇത് മെറ്റീരിയൽ മാറ്റുന്നുണ്ട്. ഇത്രയൊന്നും ഉണ്ടായില്ല കഴിഞ്ഞൂറ് എന്നപ്പോ. അമ്മാമച്ചുണ്ട്. ഹല അതുകൊണ്ട് പോണേ. വളരെ കുറച്ച് എനിക്കൊരു കുപ്പായവും അതും ഒരു കറുത്ത കുപ്പായം. ഇതൊക്കെ കേട്ടോ ഞാൻ ട്രയലിന് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഷോപ്പിനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഡ്രസ്സെന്നൊക്കെ 2 ഡ്രസ്സാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം എനിക്ക് സത്യത്തിലെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കെല്ലാം കൂടെ മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണില്ല. അത് നമുക്ക് ഇതിൻ്റെ വ്ളോഗിൽ അപ്പം കാണിക്കാം. അങ്ങനെ ഗൈസ്, നമ്മുടെ ഈദിൻ്റെ ഷോപ്പിംഗ് വളരെ നല്ല രീതിയിൽ തീർന്നിരിക്കുന്നു. ഇതിൻ്റെ വലിപ്പം കൂടി വരികയാണോ? അപ്പോൾ എന്താ പറയുക, നമുക്കപ്പോൾ നോമ്പ് തുറക്കണം. സമയം 6:48. 7:05-നും 6-നും ഒക്കെയാണ് ബാങ്ക്. എന്താ പറയുക, അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പൊപ്പോയ്സ് പോവും. നമ്മൾ മേടിച്ച കട്ട് ഫ്രൂട്ട്സും നമ്മളെ വെള്ളവും ഒക്കെ എടുത്തിട്ട് അവിടെ പോയി അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് 2 ഡ്രസ്സും കാക്കൂന്ന് ഒരു കുപ്പായമാണ് എടുത്തത്. പാവം കാക്കൂ. എന്താ ചെയ്യാം, ഓൾക്ക് പിന്നെ നമുക്ക് ആണ് പിന്നെ ഇതിൽ ലങ്കി വിളങ്കലൊക്കെ നോക്കാനുള്ളത്. ഓൾക്ക് സമ്മറാണെങ്കിലും ഈദിനാണെങ്കിലും ഒക്കെ ഒരേപോലത്തെ ഡ്രസ്സല്ലേ. പ്രത്യേകിച്ച് ഒരു ഈദ് കളക്ഷൻ അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ കാക്കൂന് പിന്നെ വേഗം കിട്ടും. എനിക്ക് പെട്ടെന്ന് കിട്ടല്ലോ കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ഒരുപാട് സമയം തരാറൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം തന്നെ എടുക്കും. കാരണം എനിക്കറിയാം വേറെ എത്ര തിരഞ്ഞാലും അവസാനം ഞാൻ അതന്നെ എടുത്ത് പോരുള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ അതുമ്പോൾ കുറേ പണിയെടുക്കാറില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ നേരം കുറച്ചൊന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അയഞ്ഞ് നിന്ന് കുറച്ച് സമയം അങ്ങനെ കളഞ്ഞതാട്ടോ. അപ്പം എന്തായാലും അങ്ങനെ ഇനി നമുക്ക് പൊപ്പോയ്സിലെത്തിയിട്ട് കാണാം. പൊപ്പോയ്സ് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്താൽ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് ഫുഡ് തിരക്കോ? ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് ഇവിടെ ഭയങ്കര കാറ്റാണ്. കാറ്റുകൊണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ മാറിപ്പോയി. എവിടുക്കാ സുഹൃത്തെ? ഫ്രൂട്ട്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ മാറ്റി പുറത്തേക്ക് കിട്ടൂല.
ആയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ +9 ആയിരുന്നു, ഇപ്പോൾ -2 ആയി. എന്താ ചെയ്യുക, അൺപ്രഡിക്റ്റബിൾ. നമ്മൾ ഓർഡർ കൊടുത്തു. -2 അല്ല ഗൈസ്, -11 അല്ലേ ഒക്കെ പറഞ്ഞത്? -11 ആണെന്ന് തോന്നുന്നു ഇവിടെ. ആണോ ശരിക്കും? ഇത് നമ്മൾ ഫ്രൂട്ട്സ് നമ്മൾ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഫോർക്ക് ഞാൻ ഇതിന് മുമ്പ് എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയത്, സൂക്ഷിച്ചു വെച്ചതാണ്, ഉപയോഗിക്കാത്ത കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു ഉപകാരമായി. പിന്നെ നമ്മൾ വെള്ളം വീട്ടിൽ നിന്ന് ഓൾറെഡി കൊണ്ടുവന്നേനു. ഇതുകൊണ്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. നമുക്ക് ഇന്ന് ഈത്തപ്പഴം ഒന്നുമില്ല. ഈത്തപ്പഴം എടുത്താൽ മതിയേനു, ഞാൻ അത്ര കൂട്ടും ആലോചിച്ചില്ല. അപ്പോൾ 7:15 ബാങ്ക്. കാക്കൂൻ്റെ ഫോണിൽ 12ഉം എൻ്റെ ആപ്ലിക്കേഷനിൽ 15ഉം കാക്കൂൻ്റെ ഉള്ളിൽ 12ഉമാണ്. എന്തായാലും ഞാൻ 15-ന് തുറക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഒന്നും കൂടി ഗൂഗിൾ ചെയ്ത് നോക്കണം, എന്നിട്ട് ശരിക്കും ബാങ്ക് എപ്പോഴാണ് നോക്കിയിട്ട് വേണം തുറക്കാൻ. ഓക്കെ ഇവിടെ എത്തിയപ്പോൾ സമയം മാറിയിട്ടുണ്ടാവും. എൻ്റെത് അവിടുത്തതാണ്, മോൺട്രിയലത്തതാണ് എൻ്റെ ബാങ്ക്. അതുകൊണ്ടായിരിക്കും 15. അപ്പോൾ ഇവിടെ 12 തന്നെ ആയിരിക്കും. ഓരോ സ്ഥലത്തും ഓരോ സമയത്തായിരിക്കും ബാങ്ക്. അപ്പം ഞങ്ങളതൊക്കെ നോക്കി റെഡിയാക്കിയിട്ട് വരാം. നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇത് സാൻഡ്വിച്ച് അല്ലേ? ഇത് പിന്നെ നമ്മളെ ഫ്രൂട്ട്സ്. ഇതിൽ നമ്മൾ പെപ്സി എടുക്കൂ. ഇനി നമ്മൾ കഴിക്കട്ടെ. അച്ചാക്ക് പിന്നെ നമ്മൾ ഇതും കൂടി തീർത്തേ നമ്മളെ പരിപാടി കഴിഞ്ഞു. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ. ഇനി പെരുന്നാക്കുള്ള വീഡിയോ കൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലേറ്റില്ലല്ലേ, എല്ലാവിധ പരിപാടികളും അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ പിന്നെ എണ്ണക്ക് വില കുറവായത്, എണ്ണ മീൻസ് പെട്രോളിന് വില കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് പെട്രോൾ അടിക്കും അല്ലേ, വണ്ടിക്ക് ഗ്യാസ് അടിക്കും. അതോടെ കഴിഞ്ഞ് നമ്മൾ പോകും. വയറൊക്കെ നല്ല ഫുള്ളായി. അവിടുന്ന് വീണ്ടും കുറച്ചും കൂടിയും കൊക്കക്കോളയൊക്കെ നിറച്ചു കൊണ്ടാക്കും. അൺലിമിറ്റഡ് കൊക്കക്കോള ഫോർ $1. ഞാൻ പറയാം ഏത് പള്ളിയിൽ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്കിനി ഈദിൻ്റെ വ്ളോഗായിരിക്കും ഇനി വരുന്നുണ്ടാവുക. അതിലെൻ്റെ ഈദൊന്നും ഇല്ല ഞങ്ങൾക്ക്, കാരണം ഈദിൻ്റെ അന്ന് കാക്കൂന് വർക്കുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വർക്കില്ലാത്തൊരു ദിവസം നമ്മൾ ഈ ഒരു ഈദ് വ്ളോഗ് ഉണ്ടാവുന്നതായിരിക്കും. അയ്യോ എന്ത് കഷ്ടം. പെരുന്നാൾക്ക് പണിക്ക് പോകേണ്ടത് ദുർഘടമായി പോയി നമുക്ക്. അപ്പം ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സ് ഇട്ട് കണ്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോവാം. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം.